നിങ്ങളുടെ അലമാര എപ്പോഴും വസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഒരെണ്ണം എടുത്താൽ ബാക്കിയെല്ലാം കൂടെ താഴെ പോരുന്ന അവസ്ഥയിലാണോ? എങ്കിൽ നിങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരവുമായാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. തുണികൾ കുത്തനെ മടക്കി വയ്ക്കുന്ന പ്രശസ്തമായ ജാപ്പാനീസ് വിദ്യയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് കോൻമാരി മടക്കൽ വിദ്യ. പ്രശസ്ത ഓർഗനൈസിംഗ് വിദഗ്ധയായ മേരി കൊണ്ടോ വികസിപ്പിച്ചെടുത്ത ഒരു അടിപൊളി രീതിയാണിത്. സാധാരണ നമ്മൾ തുണികൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് അടുക്കി വെക്കാറ്. എന്നാൽ ഈ ജാപ്പാനീസ് രീതിയിൽ തുണികൾ കുത്തനെയാണ് നിവർത്തി വെക്കുക. ഇങ്ങനെ ചെയ്താൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും സ്ഥലം, അതായത് ഏകദേശം പകുതിയോളം സ്ഥലം നമുക്ക് അലമാരയിൽ ലാഭിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഏത് തുണിയാണ് എവിടെ ഇരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ കാണാനും പറ്റും. തുണി മടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നിയമം, തുണികൾ മടക്കുമ്പോൾ വെറുതെ കാറ്റുപോലെ മടക്കരുത്. കൈകൾ കൊണ്ട് തുണി നന്നായി അമർത്തി തടവി അതിനെ ചുളിവുകൾ നിവർത്തി വേണം മടക്കാൻ. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും ശ്രദ്ധയും ആ വസ്ത്രത്തിന് കിട്ടണം എന്നാണ് മേരി കൊണ്ടോ പറയുന്നത്. രണ്ടാമത്തെ നിയമം, വസ്ത്രം മടക്കി കഴിഞ്ഞാൽ അത് ഒരു കൊച്ചു ദീർഘചതുരാകൃതിയിൽ ആയിരിക്കണം. ഏറ്റവും പ്രധാനം, മടക്കി താഴെ വെച്ചാൽ അത് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി കുത്തനെ നിൽക്കണം. അങ്ങനെ നിന്നാൽ നിങ്ങളുടെ മടക്കൽ പെർഫെക്റ്റ് ആയി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഓരോരോ വസ്ത്രങ്ങളായി എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ടീഷർട്ടുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം ടീഷർട്ട് ഒരു മേശയുടെ മുകളിലോ കട്ടിലിലോ നിവർത്തിയിടുക. കൈകൾ കൊണ്ട് നന്നായി തടവി ചുളിവുകൾ മാറ്റുക. ഇനി ഇതിനെ നീളത്തിൽ 3ആയി സങ്കല്പിക്കുക. അതിന്റെ ഒരു വശം, അതായത് ഇടതുവശം, കൈപ്പത്തി ഉൾപ്പെടെ നടുഭാഗത്തേക്ക് മടക്കുക. ഇപ്പോൾ മടക്കിയ വശത്തിന്റെ കൈ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അതിനെ തിരിച്ച് വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വെക്കുക. ഇതേപോലെ തന്നെ വലതുവശവും നടുവിലേക്ക് മടക്കുക. ഇപ്പോൾ ടീഷർട്ട് നീളമുള്ള ഒരു ദീർഘചതുരമായി മാറിയിട്ടുണ്ടാവും. ഇനി ഇതിന്റെ കഴുത്തിന്റെ ഭാഗം മുകളിൽ നിന്ന് താഴേക്ക് ഏകദേശം 1/4 ഭാഗത്തോളം മടക്കുക. താഴത്തെ അറ്റത്ത് കുറച്ച് സ്ഥലം ബാക്കി ഇടണം. ഇനി ഈ മടക്കിയ ഭാഗത്തെ വീണ്ടും പകുതിയായോ അല്ലെങ്കിൽ 3ആയോ ചെറുതായി മടക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് രൂപത്തിലായി കിട്ടും. അടുത്തത് പാന്റുകളും ജീൻസുകളുമാണ്. അലമാരയിൽ ഏറ്റവും കൂടുതൽ സ്ഥലം പോകുന്നതും ഇവ വെക്കുമ്പോഴാണ്. എന്നാൽ കോൻമാരി രീതിയിൽ ഇതിന്റെ പകുതി സ്ഥലം മതി. ആദ്യം പാന്റ് നീളത്തിൽ നിവർത്തിയിടുക. അതിനുശേഷം ഒരു കാൽഭാഗം മറ്റേ കാലിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നടുവേ മടക്കുക. ഇപ്പോൾ 2 കാലുകളും ഒന്നിച്ചായി. പാന്റിന്റെ അടിഭാഗം, അതായത് സിപ്പർ ഏരിയ, പുറത്തേക്ക് അല്പം നീണ്ടു നിൽക്കുന്നതുണ്ടാവും. ആ ചെറിയ കോൺഭാഗം ഉള്ളിലേക്ക് മടക്കി പാന്റ് നേരെ ഒരു വടി പോലെയാക്കുക. ഇനി പാന്റിന്റെ താഴത്തെ അറ്റം കാലിന്റെ ഭാഗം മുകളിലെ അരക്കെട്ടിന്റെ ഭാഗത്തേക്ക് മടക്കുക. എന്നാൽ അരക്കെട്ടിന്റെ കൃത്യം മുകളിലേക്ക് എത്തരുത്. ഒരു 2 ഇഞ്ച് താഴെയായി നിർത്തണം. ഇനി ഈ നീളമുള്ള ഭാഗത്തെ താഴെ നിന്ന് മുകളിലേക്ക് 3ആയി മടക്കുക. ജീൻസ് ഒക്കെ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ കുത്തനെ നിൽക്കും. ജോഗിംഗ് പാന്റുകളും ലെഗിൻസുകളും ഒക്കെ ഈ രീതിയിൽ തന്നെ മടക്കി വെക്കാം. അടുത്തത് ഷർട്ടുകൾ മടക്കുന്ന വിധമാണ്. പലർക്കുമുള്ള സംശയമാണ് കോളറുകളുള്ള ഫോർമൽ ഷർട്ടുകൾ എങ്ങനെ മടക്കും എന്നത്. ഹാങ്ങറിൽ ഇടാൻ സ്ഥലമില്ലെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം. ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം ഇടുക. ശേഷം പുറകുവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ചു നിവർത്തിയിടുക. ടീഷർട്ട് മടക്കിയതുപോലെ തന്നെ ഒരു വശം നടുവിലേക്ക് മടക്കുക. കൈ നീളമുള്ളതാണെങ്കിൽ ആ കൈ താഴേക്ക് നീളത്തിൽ വെച്ച ശേഷം വീണ്ടും മുകളിലേക്ക് ഒരു സെഡ് ആകൃതിയിൽ മടക്കി ഉള്ളിൽ തന്നെ ഒതുക്കി വയ്ക്കുക. മറ്റേ വശവും ഇതേപോലെ നടുവിലേക്ക് മടക്കി കൈകൾ ഉള്ളിലേക്ക് ഒതുക്കുക. ഇപ്പോൾ കോളർ മാത്രം മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഷർട്ട് നീളത്തിലുള്ളതായിട്ടുണ്ടാകും. ഇനി താഴത്തെ അറ്റത്ത് നിന്ന് മുകളിലേക്ക് കോളറിന്റെ തൊട്ടു താഴെ വരെ പകുതിയായി മടക്കുക. അതിനുശേഷം വീണ്ടും 3ആയി ചെറുതായി മടക്കുക. കോളറിന് കേടുപാടുകൾ വരാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഷർട്ടിന്റെ മുൻഭാഗം ഉള്ളിലേക്ക് വരും. അയൺ ചെയ്ത ഷർട്ടുകൾ പോലും ചുളിവ് കൂടാതെ സൂക്ഷിക്കാൻ ഇതിലൂടെ പറ്റും. അടുത്തത് അടിവസ്ത്രങ്ങളും സോക്സുകളും അലമാരയിൽ ഏറ്റവും കൂടുതൽ അലങ്കോലമായി കിടക്കുന്ന ഒന്നാണ്. അടിവസ്ത്രങ്ങളും സോക്സുകളും ഒരെണ്ണം തിരയുമ്പോൾ മറ്റേത് കാണില്ല. ഇതിനും കോൻമാരി രീതിയിൽ
കൃത്യമായ വഴിയുണ്ട്. പലരും സോക്സുകൾ ഒന്നിനുള്ളിൽ ഒന്ന് മറ്റൊന്ന് ചുരുട്ടി കൂട്ടി ഇടാറാണ് പതിവ്. അങ്ങനെ ചെയ്താൽ ഇതിന്റെ ഇലാസ്റ്റിക് പെട്ടെന്ന് കേടാവും. 2 സോക്സുകളും ഒന്നിനു മുകളിൽ ഒന്നായി നിവർത്തി വെക്കുക. കാൽവിരലിന്റെ ഭാഗം മുകളിൽ നിന്ന് താഴേക്ക് മടക്കുക. വീണ്ടും ആവശ്യാനുസരണം 2 3 ആയി മടക്കി ഒരു ചെറിയ ചതുരമാക്കുക. ഇത് ചെറിയ ബോക്സുകളിൽ കുത്തനെ അടുക്കി വെക്കാം. അടിവസ്ത്രങ്ങൾ മടക്കേണ്ട വിധമാണ് ഇനി പറയാൻ പോകുന്നത്. അടിവസ്ത്രങ്ങൾ നേരെ നിവർത്തി വെക്കുക. വീതിയുള്ള വശങ്ങൾ 2 വശത്തു നിന്നും നടുവിലേക്ക് മടക്കുക. ശേഷം താഴത്തെ ഭാഗം മുകളിലേക്ക് മടക്കി ഒരു ചെറിയ പാക്കറ്റ് പോലെയാക്കുക. ഇവ സൂക്ഷിക്കാൻ വലിയ വിലയുള്ള ഓർഗനൈസറുകൾ വാങ്ങണം എന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പഴയ ചെരുപ്പിന്റെ പെട്ടികളോ ചെറിയ കാർഡ്ബോർഡ് ബോക്സുകളോ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ വസ്ത്രങ്ങളും മടക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് അലമാരയിൽ വെക്കേണ്ടത് എന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ വസ്ത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുമ്പോൾ അടിയിലുള്ള തുണി എടുക്കാൻ പാടാണ്. എന്നാൽ ഇങ്ങനെ കുത്തനെ മടക്കിയ തുണികൾ ഒരു ഡ്രോയറിലോ അല്ലെങ്കിൽ പെട്ടിയിലോ ഒരു പുസ്തകം ലൈബ്രറിയിൽ അടുക്കി വെക്കുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി വേണം വെക്കാൻ. ഇതിന്റെ ഗുണം എന്തെന്നാൽ ഒരെണ്ണം എടുക്കുമ്പോൾ മറ്റുള്ളവയ്ക്ക് ഒരു കോട്ടവും തട്ടില്ല. അലമാര തുറക്കുമ്പോൾ തന്നെ എല്ലാ തുണികളും ഒറ്റ നോട്ടത്തിൽ കാണാം. വസ്ത്രങ്ങൾ എടുക്കാനും തിരിച്ചു വയ്ക്കാനും വെറും 2 സെക്കൻഡ് മതി. എല്ലാറ്റിലും ഉപരി അലമാരയിൽ മുൻപത്തേക്കാൾ ഇരട്ടി സ്ഥലം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. ആദ്യമൊക്കെ വെക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നു എന്ന് തോന്നാം. എന്നാൽ ശീലമായാൽ വിരലുകൾ തനിയെ ജോലി ചെയ്തു തുടങ്ങും. നിങ്ങളുടെ വീടും അലമാരയും എപ്പോഴും ഭംഗിയായിരിക്കാൻ ഈ ചെറിയ ജാപ്പാനീസ് വിദ്യ ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.